നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിൽ പല പല പ്രേത കഥകൾ കേട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും തെറ്റാണെങ്കിൽ കൂടെ അതിൽ ചിലത് നമുക്ക് തള്ളിക്കളയാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കേൾക്കാൻ പോകുന്നത് ഒരു യഥാർത്ഥമായ സംഭവത്തെ കുറിച്ചിട്ടാണ്. ഇതൊരാൾക്ക് സംഭവിച്ചതാണെങ്കിൽ നമുക്ക് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതിന്റെ ഒക്കെ തുടക്കം ഒരു ഓഫീസിൽ വെച്ചാണ്. ആ ഒരു ഓഫീസ് ഉള്ളത് നമ്മുടെ സ്വന്തം കേരളത്തിൽ തന്നെയാണ്. പക്ഷെ അത് ഏത് ജില്ലയിലാണെന്നോ അതിന്റെ കറക്റ്റ് സ്ഥലമൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. ഒരു വ്യക്തി ഉണ്ടായിരുന്നു. കുറച്ച് വർഷങ്ങൾ മുന്നേ അദ്ദേഹം ഈ ഒരു ഓഫീസിൽ ചെല്ലുകയും അയാൾക്കാണ് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതുകൂടാതെ ആ ഒരു ഓഫീസിന്റെ ബാക്കിൽ ഒരു കുളം കൂടിയുണ്ട്. അതിന്റെ കാര്യവും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് കഥയിലേക്ക് പോയാലോ. ഇത് സംഭവിക്കുന്നത് 2010-ലാണ്. സുനിൽ എന്ന പേരുള്ള ഒരു എഞ്ചിനീയർ കേരളത്തിലെ ഈ ഒരു ഓഫീസ് പാർക്കിൽ ജോലി ചെയ്യാൻ വരികയാണ്. അയാൾ ഒരു എഞ്ചിനീയർ ആണ്. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ ഒരു ഇന്ത്യയിലെ എഞ്ചിനീയേഴ്സിന്റെ അവസ്ഥ അറിയാലോ. ജോലി കിട്ടാൻ നല്ല പാടാണ്. കാരണം കോമ്പറ്റീഷൻ കുറച്ച് കൂടുതലാണ്. അതുകൂടാതെ നിങ്ങൾക്ക് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ കൂടെ വളരെ കുറച്ച് പൈസ മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. അതുകൂടാതെ സുനിലിന്റെ കുടുംബത്തെ പറ്റി പറയുവാണെങ്കിൽ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു. അത്ര പോരല്ലെങ്കിലും ഒരു മിഡിൽ ക്ലാസ് എന്ന് തന്നെ പറയാം. പക്ഷേ അയാളുടെ കുടുംബത്തിന് ഒരുപാട് ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അതുകൂടാതെ സുനിലിന് ഒരു കാര്യം അറിയായിരുന്നു. ഈ ഒരു വീടിന്റെ അവസ്ഥ മാറ്റാൻ സാധിക്കുന്ന ഒറ്റൊരാൾ മാത്രമാണ് തന്റെ കുടുംബത്തിനുള്ളത്. അത് വേറെ ആരുമല്ല, അത് താൻ തന്നെയാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ എപ്പോഴാണ് സുനിൽ തന്റെ ഓഫീസിൽ പോയത്, അപ്പോൾ ബോസിനെ കണ്ട സമയം തന്നെ സുനിൽ ബോസിനോട് ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഡേ ഓർ ഇറ്റ് ഈസ് നൈറ്റ്, ഐ ആം റെഡി ടു. എനിക്കിവിടെ ജോലി ചെയ്യുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല. എനിക്കിവിടെ ജോലി ചെയ്താൽ മാത്രം മതി. ഓവർ ടൈം ആണെങ്കിൽ അതിനും ഞാൻ റെഡിയാണ്. അങ്ങനെ ബോസ് ഓക്കെ എന്ന് പറഞ്ഞു. സുനിലിന്റെ ആദ്യ ദിവസം തന്നെ എപ്പോഴാണോ അദ്ദേഹം ഗേറ്റ് ക്രോസ് ചെയ്തത്, അപ്പോഴായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാരൻ അദ്ദേഹത്തെ നിർത്തിയത്. എന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ ഇവിടെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, എന്റെ ID കാർഡ് കാണിച്ചേ. അപ്പോഴായിരുന്നു സുനിൽ പറഞ്ഞത്, ഇതിന്റെ ആദ്യ ദിവസമാണ്. ID കാർഡ് കിട്ടണമെങ്കിൽ 2-3 ദിവസം എടുക്കും. തൽക്കാലം താൻ എന്റെ മുഖം ഓർത്തു വെക്കൂ. ഞാൻ എന്റെ ജോബ് ലെറ്റർ കാണിച്ചു തരാം. എനിക്കൊരു മെയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ ഇത് നോക്കുക എന്ന് പറഞ്ഞ് സുനിൽ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അത് നോക്കി സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുകയാണ്, നോക്കുമോനെ, നിന്റെ ജോലി രാവിലെ മാത്രമല്ലേ? അപ്പോൾ സുനിൽ പറഞ്ഞു, അതെ, എന്റെ ജോലി രാവിലെ മാത്രമാണ്. അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, അതെ, നല്ലത്. വൈകുന്നേരത്തിന് ശേഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല. കാരണം ആരും ഇവിടേക്ക് വരാറില്ല. എല്ലാ മനുഷ്യരും അപ്പോഴേക്കും ഇവിടെ നിന്ന് പോകും. ഇത് കേട്ട് സുനിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, മനുഷ്യരോ? അതുകൂടാതെ ഇവിടെ ആരെങ്കിലും നിൽക്കാറുണ്ടോ? അപ്പോൾ സെക്യൂരിറ്റി പറഞ്ഞു, അതിനെ കുറിച്ചിട്ടൊന്നും എനിക്കറിയില്ല. പക്ഷെ വൈകുന്നേരത്തിന് ശേഷം പല സംഭവങ്ങളും ഇവിടെ നടക്കാൻ തുടങ്ങും. ഇത് പറഞ്ഞതിന് ശേഷം ഗാർഡൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറ്റു കാര്യങ്ങൾ കാരണം ഗാർഡ് ഡിസ്ട്രാക്ട് ആയി. പക്ഷേ അവൻ അകത്തേക്ക് പോകുന്നതിന് മുൻപേ അവസാനമായി ഗാർഡ് ഒരു കാര്യം പറഞ്ഞിരുന്നു. ജസ്റ്റ് വൈകുന്നേരത്തിന് ശേഷം നീ ഇവിടെ നിൽക്കാൻ പാടില്ല. രാത്രി നീ ഇവിടെ ഒരിക്കലും നിൽക്കാൻ പാടില്ല. ജോലിയൊക്കെ വൈകുന്നേരം തന്നെ പെട്ടെന്ന് തീർത്തിട്ട് വീട്ടിലേക്ക് പോവുക. ഇതൊരിക്കലും മറക്കരുത്. രാത്രി നീ ഇവിടെ നിൽക്കാൻ പാടില്ല. അത്രമാത്രം. അങ്ങനെ കുറച്ച് ദിവസം പ്രശ്നങ്ങളൊന്നും കൂടാതെ കടന്നുപോയി. അപ്പോൾ ഒരു ദിവസമാണ് ബോസ് സുനിലിനോട് പറയുന്നത്, ഇത് നമ്മുടെ പ്രസന്റേഷൻ ആണ്. നാളെ ആകുമ്പോഴേക്കും ഇത് റെഡിയാവണം. നീയും റെഡിയാവണം. അതുകൂടാതെ നാളെ നീ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്യണം. അപ്പോഴാണ് സുനിൽ ഇത് കേട്ട് പറയുന്നത്, ബോസ്, 4-5 മണിയായില്ലേ? 1 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതുകൊണ്ട് ഈ 1 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് റെഡിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് ബോസ് പറയുന്നത്, ഓ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. 6 മണിക്ക് ശേഷം നീ ഒരിക്കലും ഈ ഓഫീസിൽ നിൽക്കരുത്. അതുകൊണ്ട് തന്നെ നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഫയൽസോ എന്താണെന്ന് വെച്ചാൽ നീ എടുത്തിട്ട് വീട്ടിൽ പോയിട്ട് അവിടെ ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി. പക്ഷെ ഓൺ ദി അതർ ഹാൻഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ സുനിലിന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്റെ വീടാണെങ്കിൽ വളരെ ചെറുതാണ്. പ്രിപ്പയർ ചെയ്യേണ്ട സ്ഥലമൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. റൈറ്റിംഗ്സും അതൊക്കെ ചെയ്യാനുള്ളതാണ്. അതിന്റെ സൗകര്യം കൂടെ അവിടെ ഇല്ലായിരുന്നു. അതുകൂടാതെ അവിടെ വൈഫൈ പോലും ഇല്ല. ചില നേരം പവർ കട്ട്സ് ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വെച്ച് ഈ ഒരു പ്രസന്റേഷൻ പ്രിപ്പയർ ആകുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടാസ്ക് ഉള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫീസിൽ നിൽക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ചോയ്സ്. കാരണം വേറെ വൈഫൈയും പവറൊന്നും ഓഫ് ആക്കാറില്ല. അതുകൂടി എനിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതായിരിക്കും കുറച്ചുകൂടെ ബെസ്റ്റും അതുകൂടെ കംഫർട്ടബിൾ പ്ലേസ്. അപ്പോൾ ഈ ഒരു ബോസിനോട് സംസാരിച്ചതിന് ശേഷം ഈ ഒരു സുനിൽ തന്റെ കൊളീഗ്സിനോട് പോയിട്ട് സംസാരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും നാളെ പ്രസന്റേഷൻ ചെയ്യാനുള്ളതല്ലേ, അതുകൊണ്ട് എന്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്തുകൂടാ? അപ്പോൾ കൊളീഗ്സ് പറയുകയാണ്, അതെ, എന്നാൽ നമുക്ക് ഒരുമിച്ച് ചെയ്യാം, നീയും വന്നോ. അപ്പോൾ സുനിൽ പറഞ്ഞു, ഓ, അതുകൊണ്ട് നിങ്ങൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുമല്ലോ?
അപ്പോൾ അവര് പറഞ്ഞു, നമ്മൾ ഒരിക്കലും നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യില്ല, നമ്മൾ വീട്ടിൽ പോയിട്ടാണ് ഇത് ചെയ്യുന്നത്. നീ വേണമെങ്കിൽ നമ്മുടെ കൂടെയും വന്നോ, നമ്മൾ എല്ലാവരും വീട്ടിൽ പോയിട്ടല്ലേ ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ദൂരെയാണ് ഇവർ താമസിക്കുന്നത്, അതുകൊണ്ട് തന്നെ സുനിലിന് പോകാൻ സാധിക്കില്ല. അങ്ങനെ അവസാനം സുനിൽ ഒറ്റയ്ക്കായി. ബാക്കിയുള്ള എല്ലാവരും അവരുടെ വീടുകളിൽ പോയി. ഇപ്പോൾ ആ ഒരു ഓഫീസിന്റെ ഉള്ളിൽ സുനിൽ മാത്രമാണുള്ളത്. സുനിലിന് വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. അങ്ങനെ സുനിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുകയാണ്. ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ സുനിലിന് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യാൻ സാധിച്ചു. അങ്ങനെ സുനിൽ അവസാനം പ്രസന്റേഷനായി ഫുള്ളി പ്രിപ്പയർഡായി. അങ്ങനെ 1 മണിക്കൂർ കൊണ്ട് തന്നെ സുനിലിന്റെ വർക്ക് കഴിയുകയാണ്. അങ്ങനെ പോകാനായി സുനിൽ തന്റെ ബാഗ് എടുത്തു. അങ്ങനെ സുനിൽ ലിഫ്റ്റിന്റെ ബട്ടൺ അമർത്തുകയാണ്. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുനിൽ ഇപ്പോൾ 13ാം നിലയിലാണുള്ളത്. അതുകൂടാതെ ലിഫ്റ്റ് വരുന്ന സമയത്ത് ലിഫ്റ്റ് ഓരോ ഫ്ലോറിൽ നിർത്തിയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് ലിഫ്റ്റ് എത്തുന്നത്. അങ്ങനെ ലിഫ്റ്റ് എത്തിയ സമയത്താണ് തന്റെ റൈറ്റ് സൈഡിൽ നിന്നും ഒരു കുട്ടി കരയുന്ന ശബ്ദം സുനിൽ കേൾക്കുന്നത്. റൈറ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് ഓഫീസായിരുന്നു. അതെ, ഓഫീസ് പാർക്ക്. ഇവിടെ എങ്ങനെയാണ് ഒരു കുട്ടി വരിക? അതുകൂടാതെ ആ കുട്ടി എന്തിനാണ് കരയുന്നത്? അവനത് നോക്കാൻ പോകുമ്പോഴായിരുന്നു ലിഫ്റ്റ് എത്തിയത്. അങ്ങനെ സുനിൽ ലിഫ്റ്റിന്റെ അകത്ത് കയറുകയാണ്. സുനിൽ അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ ബട്ടൺ പ്രസ് ചെയ്യുകയാണ്. പക്ഷേ ലിഫ്റ്റ് താഴേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. വാതിൽ പൂട്ടിയിരുന്നു, പക്ഷെ ലിഫ്റ്റ് താഴേക്ക് പോകുന്നുണ്ടായിരുന്നില്ല. അവൻ ബട്ടൺ 2-3 പ്രാവശ്യം കൂടി അമർത്തി, പക്ഷെ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. ലിഫ്റ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. ഇനി ഇത് താഴേക്ക് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോഴായിരുന്നു ലിഫ്റ്റിന്റെ വാതിൽ തുറന്നത്. അങ്ങനെ സുനിൽ പുറത്തിറങ്ങി. അവൻ എപ്പോഴാണോ പുറത്തിറങ്ങിയത് അപ്പോഴാണ് ലിഫ്റ്റിന്റെ വാതിൽ പൂട്ടിയതും ലിഫ്റ്റ് താഴേക്ക് പോയതും. എല്ലാം പെട്ടെന്നായിരുന്നു. സുനിലിന് ഇത് വിചിത്രമായി തോന്നി, പക്ഷെ ഒരു സമയത്ത് തന്നെ സുനിലിന് അത് കോമഡി ആയിട്ടും തോന്നി. പക്ഷെ രാത്രി ഇത് കുറച്ച് ഭയപ്പെടുത്തുന്നതല്ലേ. അങ്ങനെ സുനിൽ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് ചെല്ലുകയാണ്. എല്ലാം ഓക്കെ ആയിരുന്നു. അങ്ങനെ സുനിൽ ഗേറ്റിന്റെ അടുത്തേക്ക് നടക്കുകയാണ്. അപ്പോഴായിരുന്നു വാച്ച്മാനെ അവിടെ കണ്ടത്. വാച്ച്മാൻ അതിശയത്തോടെ സുനിലിനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, അനിയ, നീ ഇത്രയും സമയം വരെ അതിന്റെ ഉള്ളിലായിരുന്നോ? നീ ജോലി ചെയ്യുകയായിരുന്നോ? ഈ ബിൽഡിങ്ങിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ സുനിൽ പറഞ്ഞു, ഓക്കെയാണ്, എനിക്ക് കുറച്ചുകൂടെ വർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അത് തീർക്കാനാണ് ഞാൻ ഇവിടെ കുറച്ചു നേരം കൂടെ നിന്നത്. അപ്പോൾ വാച്ച്മാൻ പറയുകയാണ്, എനിക്ക് പോലും ഇവിടെ നിൽക്കാൻ പേടിയാണ്. അപ്പോഴാണ് നീ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടായിരുന്നത്, അകത്ത് ലൈറ്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോഴാണ് സുനിൽ പറയുന്നത്, അതെനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്റെ ഫോണിൽ ഫ്ലാഷ് ലൈറ്റ് ഓണാക്കി, അങ്ങനെയാണ് ഞാൻ താഴെ വന്നത്. അങ്ങനെ അവസാനം സുനിൽ പറഞ്ഞു, ഇതൊന്നും എനിക്ക് കുഴപ്പമില്ല, തൽക്കാലത്തേക്ക് ഈ ഒരു ഗേറ്റ് എനിക്ക് തുറന്നുക, ഞാൻ വളരെ ടയേർഡാണ്. അപ്പോഴാണ് വാച്ച്മാൻ പറയുന്നത്, ഈ ഒരു ഗേറ്റ് പുറത്തു നിന്നും ലോക്ക്ഡ് ആണ്, ഇവിടെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ തനിക്ക് ബാക്ക് ഗേറ്റിലൂടെ പുറത്തേക്ക് പോകാം. പക്ഷേ ഒരു കാര്യം നീ മറക്കരുത്, നീ പോകുന്ന സമയം നിന്റെ കണ്ണ് തുറന്നു തന്നെ നിൽക്കണം. ആരെ കണ്ടാലും നീ പോയി സംസാരിക്കരുത്, അതാരായാലും. നീ ഒന്നിനെയും പറ്റി ചിന്തിക്കേണ്ട. ബാഗിൽ തുറക്കുക, പുറത്തിറങ്ങുക. അതിന്റെ ഫ്രണ്ടിൽ തന്നെ ഒരു റിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, തനിക്ക് അവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് വീട്ടിലേക്ക് പോകാം, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അത് അധികം കാര്യമാക്കി സുനിൽ എടുത്തിരുന്നില്ല. അങ്ങനെ സുനിൽ നടക്കാൻ തുടങ്ങുകയാണ്. അങ്ങനെ പോകുമ്പോഴായിരുന്നു സുനിൽ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ആ ഒരു ഓഫീസിന്റെ പിന്നിലാണെങ്കിൽ ഒരു കുളം ഉണ്ടായിരുന്നു, ഒരു ആർട്ടിഫിഷ്യൽ പോണ്ട് എന്ന് പറയാം. ആ ഒരു ആർട്ടിഫിഷ്യൽ പോണ്ടിലാണെങ്കിൽ ഒരുപാട് പാറകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പാറ കഷ്ണത്തിന്റെ മുകളിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. സുനിലാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. എല്ലാ സ്ഥലവും നിശബ്ദമായിരുന്നു, ഒരു വിചിത്രമായ ശാന്തത. അപ്പോഴായിരുന്നു ആ ഒരു പെൺകുട്ടി തിരിഞ്ഞ് സുനിലിനെ നോക്കുന്നത്. അപ്പോൾ അവൾ കരയാൻ തുടങ്ങുകയാണ്. സുനിലിന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്, സമയം ഒരുപാട് വൈകിട്ടുണ്ട്, ഇപ്പോൾ ഇവിടെയുള്ളത് ഗാർഡ്സ് മാത്രമാണ്. ആ സമയത്ത് എങ്ങനെയാണ് ഈ ഒരു പെൺകുട്ടി ഇവിടെ ഉണ്ടാവുക? ഇവൾ തീർച്ചയായും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൂടാതെ ഈ ഒരു പെൺകുട്ടി ആരാണ്? ഞാൻ ഇവളെ ഇവിടെ വെച്ച് കണ്ടിട്ടില്ലല്ലോ. അപ്പോഴായിരുന്നു സുനിൽ ആ ഒരു പെൺകുട്ടിയോട് അടുത്ത് ചെന്നിട്ട് ചോദിക്കുന്നത്, താൻ ആരാണ്? രാത്രി നിങ്ങൾക്ക് തനിച്ചിരിക്കാൻ പറ്റിയ സ്ഥലമല്ല ഇത്. അപ്പോഴായിരുന്നു അവൾ തിരിച്ചു പറഞ്ഞത്, എനിക്കൊരുപാട് ഒറ്റപ്പെട്ട പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നിരുന്നത്. ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. എനിക്ക് കുറച്ചുകൂടെ സങ്കടം വരുമ്പോൾ, കുറച്ച് ഇമോഷണൽ ആകുമ്പോൾ ഞാൻ ഇവിടെ വന്നിരുന്നു. അപ്പോഴായിരുന്നു സുനിലിന് തോന്നുന്നത്, ഇത് ചിലപ്പോൾ ആ ഒരു ഗാർഡിന്റെ കുടുംബത്തെ ആരെങ്കിലും ആയിരിക്കാം.
അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റാഫ് മെമ്പറുടെയോ അല്ലെങ്കിൽ ആരെങ്കിലുടെയോ കുടുംബത്തിലെ ഒരു പെൺകുട്ടി ആയിരിക്കാമെന്ന്. അപ്പോൾ ആയിരുന്നു സുനിൽ ആ ഒരു പെൺകുട്ടിയോട് അടുത്തിരുന്നിട്ട് അവളോട് കുറച്ചു നേരം സംസാരിക്കുന്നത്. കാരണം സുനിലിന് തോന്നി, ഇവളോട് സംസാരിക്കാൻ ആരുമില്ലല്ലോ, ഞാൻ മാത്രമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് ഇവളോട് സംസാരിച്ചിട്ട് ഇവളുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞ് ആശ്വസിപ്പിക്കാമെന്ന് സുനിൽ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഏതാണ്ട് ഒരു മണിക്കൂറോളം സംസാരിച്ചു. സുനിലിന് ഒരു പ്രത്യേകതരം അറ്റാച്ച്മെന്റ് തോന്നുകയാണ്. സുനിൽ ഒരാളോട് ആദ്യമായി സംസാരിക്കുന്ന പോലെ ആയിരുന്നില്ല അവളോട് സംസാരിച്ചത്. ഒരുപാട് കൊല്ലങ്ങളായി അറിയുന്ന പോലെയായിരുന്നു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത്. അങ്ങനെ സുനിൽ അവളോട് അവസാനമായി ചോദിക്കുകയാണ്, താനിവിടെ എല്ലാ രാത്രികളിലും വന്നിരിക്കാറുണ്ടോ? അപ്പോൾ അവൾ പറയുകയാണ്, അതെ, ഞാൻ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അങ്ങനെ സുനിൽ എഴുന്നേറ്റ് ഗേറ്റിന്റെ അരികിലേക്ക് നടക്കാൻ തുടങ്ങി. അവസാനമായി സുനിൽ പെണ്ണിലേക്കൊന്ന് നോക്കി. അപ്പോഴായിരുന്നു ആ ഒരു പെൺകുട്ടി പോകുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചത്. ആ ഒരു പെൺകുട്ടി പോകുന്നത് തന്റെ ഓഫീസിലേക്കായിരുന്നു. അതെ, കുറച്ചു മുന്നേ അദ്ദേഹം ജോലി ചെയ്തിരുന്ന അതേ ഓഫീസിലേക്കായിരുന്നു അവൾ പോയത്. സുനിലിന് ആ ഒരു പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കണമായിരുന്നു. തീർച്ചയായും കണ്ടുപിടിക്കാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലായിരുന്നു സുനിൽ ആ സമയം ഉണ്ടായിരുന്നത്. അങ്ങനെ അടുത്ത ദിവസം എത്തി. ആ ദിവസം പെട്ടെന്ന് തന്നെ സുനിൽ തന്റെ ജോലി ചെയ്ത് തീർക്കുകയാണ്. അങ്ങനെ സുനിൽ ഓഫീസിന്റെ പുറത്തിറങ്ങി. ഇന്നലെ കണ്ട അതേ ഗാർഡ് തന്നെയായിരുന്നു അപ്പോഴും അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ സുനിൽ ആ ഒരു ഗാർഡിന്റെ അടുത്ത് ചെന്ന് ഇന്നലെ സംഭവിച്ച കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇന്നലെ ഞാൻ പോകുമ്പോൾ ഒരു പെൺകുട്ടിയെ കണ്ടു, ആ ഒരു പെൺകുട്ടിയോട് ഞാൻ സംസാരിച്ചു, ആ ഒരു പെൺകുട്ടി എവിടെയാണ് താമസിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ സുനിൽ ഗാർഡിനോട് ചോദിക്കുകയാണ്. പക്ഷെ ഗാർഡിന്റെ മറുപടി കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഞാൻ നിങ്ങളോട് തന്നെയല്ലേ ഇന്നലെ പറഞ്ഞത് ഒന്നും ചെയ്യാതെ ബാക്ക് ഗേറ്റിലൂടെ പുറത്തിറങ്ങാനായി, പിന്നീട് നിങ്ങൾ എന്തിനാണ് ഈ കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് ചെയ്തത്? താൻ എന്തിനാണ് താനായിട്ട് എന്റെ പ്രശ്നത്തിലേക്ക് വീഴുന്നത്? അപ്പോൾ സുനിൽ പറയുകയാണ്, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒരു പെൺകുട്ടി അവിടെ കണ്ടു, ഞാൻ അവിടെ ചെന്ന് സംസാരിച്ചു, അത്രമാത്രം. അപ്പോഴാണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറഞ്ഞത്, സർ, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ദയവായി ചെയ്യരുത്. തനിക്കറിയില്ല താൻ എന്ത് വലിയ പ്രശ്നത്തിലേക്കാണ് വീഴാൻ പോകുന്നത് എന്ന്. അപ്പോൾ സുനിൽ പറഞ്ഞു, എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയണ്ട, എനിക്ക് ജസ്റ്റ് അത് എവിടെ നിന്നുള്ള പെൺകുട്ടിയാണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. അപ്പോൾ ഗാർഡ് പറയുകയാണ്, എനിക്കറിയാമായിരുന്നു താൻ ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന്, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളുടെ പിന്നിൽ തന്നെ ഇന്നലെ ഉണ്ടായിരുന്നു. അപ്പോഴായിരുന്നു നിങ്ങൾ ആ ഒരു കുളത്തിലെ പാറയിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പോഴായിരുന്നു സുനിൽ പറഞ്ഞത്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്, എന്റെ സൈഡിൽ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു, ഞാൻ ആ ഒരു പെൺകുട്ടിയോടായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്, ഞാൻ ആ ഒരു പെൺകുട്ടിയെ കുറിച്ചിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. അപ്പോഴായിരുന്നു അവർ ഗാർഡ് പറഞ്ഞത്, സാർ, നിങ്ങൾ അവിടെ ഒറ്റയ്ക്കായിരുന്നു, അവിടെ ഒരു പെൺകുട്ടിയും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ അവിടെ തനിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ സുനിലിന്റെ മനസ്സിൽ ഇതായിരുന്നു ഉണ്ടായിരുന്നത്, ചിലപ്പോൾ ആ ഒരു പെൺകുട്ടി ഇരു ഗാർഡിന്റെ ബന്ധുവോ അങ്ങനത്തെ ആരെങ്കിലും ആയിരിക്കാം. അപ്പോൾ അവരുടെ സേഫ്റ്റിക്കായിരിക്കാം ഇദ്ദേഹം ഈ ഒരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അങ്ങനെ സുനിൽ അവസാനമായി ഒരു തീരുമാനമെടുത്തു, ഈ ഗാർഡ് പറയുന്ന കാര്യങ്ങളൊക്കെ വിടാം, രാത്രി ഞാൻ തന്നെ വന്നിട്ട് ഈ പെൺകുട്ടി ആരാണെന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ സുനിൽ രാത്രി അവിടെ വരികയാണ്. ആ ഒരു പെൺകുട്ടി അവിടെ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു, ഇന്നലെ ഇരുന്ന് അതേ പാറയുടെ മുകളിൽ. പക്ഷെ ഈ പ്രാവശ്യം ആ ഒരു പെൺകുട്ടി സുനിലിനെ കാര്യമാക്കി എടുത്തില്ല. ഒന്നും പറയാതെ സുനിൽ തിരിച്ചു നോക്കാതെ ആ ഒരു പെൺകുട്ടി നടന്നു പോവുകയാണ്. ഒരു പെൺകുട്ടി പോയത് അത് ഓഫീസിലേക്കായിരുന്നു. ഓഫീസിന്റെ എൻട്രൻസിൽ കുറെ ഗാർഡ്സ് നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഗാർഡ്സ് ഈ ഒരു പെൺകുട്ടിയെ അധികം കാര്യമാക്കി എടുത്തില്ല. ആ ഒരു ഗാർഡ്സ് ഈ ഒരു പെൺകുട്ടിയെ കണ്ടിനോ എന്ന് തന്നെ സംശയമാണ്. അപ്പോൾ സുനിൽ ചിന്തിച്ചു, ഈ ഒരു പെൺകുട്ടിയെ ഇവർ തീർച്ചയായും വിടും, പക്ഷെ എന്നെ ഒരിക്കലും ഈ ഒരു ഓഫീസിന്റെ ഉള്ളിൽ കയറാൻ വിടില്ല. കാരണം എന്നെ വാൺ ചെയ്തതാണ്, ഒരുപാട് പ്രാവശ്യം വാൺ ചെയ്തതാണ്, രാത്രി ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഗാർഡ്സ് പോകുന്നത് വരെ വെയിറ്റ് ചെയ്യാമെന്ന് അദ്ദേഹം തീരുമാനിക്കുകയാണ്. അങ്ങനെ 10 മിനിറ്റ് കടന്നുപോയി, 15 മിനിറ്റ് കടന്നുപോയി, 20 മിനിറ്റ് കടന്നുപോയി, 25 മിനിറ്റ് കടന്നുപോയി. അങ്ങനെ 1/2 മണിക്കൂറിന് ശേഷം ഗാർഡ്സ് അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം കയ്യിലെടുത്ത് അവരൊന്നും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം സുനിൽ ഓഫീസിന്റെ അകത്ത് കയറുകയാണ്. അങ്ങനെ ലിഫ്റ്റിന്റെ അടുത്തേക്ക് ചെന്നു. അപ്പോൾ സുനിലിന് അറിയില്ല ആ ഒരു പെൺകുട്ടി എവിടെയാണ് പോയത് എന്ന്. അങ്ങനെ ലിഫ്റ്റിൽ അവസാനമായി പോയ ഫ്ലോർ കാണുകയാണ്. അത് 13ാം നിലയായിരുന്നു. അതെ, 13th ഫ്ലോർ. അതേ 13th ഫ്ലോറിലാണ് സുനിൽ ജോലി ചെയ്യുന്നത്. അങ്ങനെ സുനിൽ ലിഫ്റ്റിൽ കയറി അതേ 13th ഫ്ലോറിന്റെ ബട്ടൺ അമർത്തുകയാണ്. ആ സമയമാണ് സുനിലിന്റെ മനസ്സിൽ ഒരു കാര്യം ഓർമ്മ വന്നത്. അന്ന് രാത്രി എപ്പോഴാണോ രാത്രി സുനിൽ ഓഫീസിൽ നിന്നും ഇറങ്ങി ലിഫ്റ്റിന് അടുത്ത് ചെന്നത്, അപ്പോൾ സൈഡിൽ നിന്നും ഒരു കുട്ടി കരയുന്ന ശബ്ദം കേട്ടല്ലോ. ഇതിവളായിരിക്കാമെന്ന് സുനിലിന് ഒരു ചിന്ത വരികയാണ്.
അങ്ങനെ ലിഫ്റ്റിന്റെ വാതിൽ തുറക്കുകയാണ്. സുനിൽ അങ്ങനെ 13ാം നിലയിലെത്തി. അവിടെ എത്തിയ ഉടനെ തന്നെ സുനിൽ ഉച്ചത്തിൽ സംസാരിക്കുകയാണ്. എവിടെ ആരെങ്കിലും ഉണ്ടോ? എവിടെ ആരെങ്കിലും ഉണ്ടോ? നമ്മൾ ഇന്നലെ അവരെ കുളത്തിന്റെ അടുത്ത് നിന്ന് സംസാരിച്ചിരുന്നു. എനിക്ക് നിങ്ങളുടെ കൂടെ ഇനിയും സംസാരിക്കണം. ഈ കാര്യങ്ങളൊക്കെ സുനിൽ പറയുകയാണ്. ഇത് പറയുമ്പോൾ തന്നെ സുനിൽ മുന്നോട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴായിരുന്നു സുനിൽ ആ ഒരു കാഴ്ച കാണുന്നത്. ആ ഒരു ഓഫീസിൽ തന്നെ, ആ ഒരു ഓഫീസിലെ ഒരു മുറിയുടെ ജനാലയിൽ ആ ഒരു പെൺകുട്ടി ഇരിക്കുന്നുണ്ടായിരുന്നു. അതെ, ഇന്നലെ കണ്ട അതേ പെൺകുട്ടി തന്നെ. സുനിൽ കുറിച്ച് അടുത്ത് ചെല്ലുകയാണ്. ആ സമയമാണ് ആ ഒരു പെൺകുട്ടി പിന്നിലേക്ക് നോക്കുന്നത്. സുനിൽ ഒന്ന് പുഞ്ചിരിച്ചു. ആ ഒരു പെൺകുട്ടിയും അത് കണ്ട് പുഞ്ചിരിച്ചു. പക്ഷെ തൊട്ടടുത്ത സെക്കൻഡിൽ തന്നെ ആ ഒരു പെൺകുട്ടി ആ ഒരു ജനാലയിൽ നിന്നും താഴേക്ക് തുള്ളുകയാണ്. അങ്ങനെ സുനിൽ ആ ഒരു ജനാലയുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ ഓടുകയാണ്. സുനിൽ അലറിക്കൊണ്ട് താഴേക്ക് നോക്കി. അപ്പോൾ ആ ഒരു പെൺകുട്ടി താഴെ കിടക്കുന്നുണ്ടായിരുന്നു. കുളത്തിന്റെ അടുത്ത് തന്നെ ആ ഒരു പെൺകുട്ടി മരിച്ചിരുന്നു. സുനിലിന് എന്താണ് സംഭവിക്കുന്നത് എന്നൊന്നും മനസ്സിലായില്ല. ഈ കാര്യങ്ങളൊന്നും സുനിലിന് പ്രോസസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഈ ചെറിയ സമയം കൊണ്ട് എന്തൊക്കെയാണ് സംഭവിച്ചത്? കുറച്ചു സമയം മുന്നേ ആ ഒരു പെൺകുട്ടി എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു പെൺകുട്ടി എന്നെ നോക്കി ചിരിച്ചു, ഞാനും ആ ഒരു പെൺകുട്ടിയെ നോക്കി ചിരിച്ചു. ഇപ്പോൾ ആ ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. പക്ഷെ അവൾ എന്തിനാണ് ഇത് ചെയ്തത്? സുനിലിന്റെ മനസ്സിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാൻ പെട്ടെന്ന് തന്നെ താഴേക്ക് ചെല്ലണം, ആംബുലൻസിനെ വിളിക്കണം. അങ്ങനെ എപ്പോഴാണ് സുനിൽ പിന്നിലേക്ക് തിരിഞ്ഞത്? ഓഫീസ് തന്റെ മുന്നിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. തന്റെ ഡെസ്കിൽ ആരും ഇരിക്കുന്നുണ്ടായിരുന്നു, അത് കരയുന്നുണ്ടായിരുന്നു. അങ്ങനെ സുനിൽ മെല്ലെ മുന്നിലേക്ക് നടക്കുകയാണ്. അങ്ങനെ സുനിൽ നോക്കിയപ്പോൾ അതേ പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൈയും കാലും ഒക്കെ പൊട്ടിയായിരുന്നു, എല്ലാ സ്ഥലത്തും രക്തമായിരുന്നു. അങ്ങനെ ആ ഒരു പെൺകുട്ടി സുനിലിനെ നോക്കി പറയുകയാണ്, അതായത് തനിക്ക് തന്റെ കൂടെ നിൽക്കണോ വേണ്ടിയോ എന്ന്. സുനിൽ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ആ ഒരു പെൺകുട്ടി പറയാൻ തുടങ്ങി, നിനക്ക് എന്റെ കൂടെ നിൽക്കണമെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത അതേ കാര്യം തന്നെ ചെയ്യും. നീ അവിടേക്ക് പോ, എന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് തൊടും. ഞാനിവിടെ എന്നേക്കും ഉണ്ടാകും. എന്തുകൊണ്ട് നിനക്കും എന്റെ കൂടെ വന്നുകൂടാ? സുനിൽ ഒന്നും നോക്കാതെ അവിടെ നിന്നും ഓടുകയാണ്. സ്റ്റെപ്പിറങ്ങി താഴേക്ക് ചെന്നു. ഗാർഡിന്റെ അരികിലേക്ക് ചെന്ന് ഗാർഡിനെ കെട്ടിപ്പിടിച്ച് അധികം കരയാൻ തുടങ്ങുകയാണ്. സുനിലും ആ ഒരു ആത്മാവിന്റെ ഒരു ഇരയായെന്ന് ആ ഒരു ഗാർഡിന് തോന്നി. അങ്ങനെ ഗാർഡ് സുനിലിനോട് പറയാൻ തുടങ്ങി, എനിക്ക് മനസ്സിലായി തനിക്ക് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്. താൻ ഒരു പെൺകുട്ടിയെ ആ ഒരു കുളത്തിന്റെ അടുത്ത് വെച്ച് കണ്ടിട്ടുണ്ടാകും. തനിക്ക് അവൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങൾ രണ്ടുപേരും അവിടെ ഇരുന്ന് ഒരുപാട് സംസാരിച്ച് ചിരിച്ചിട്ടുണ്ടാകും. തനിക്ക് ആ ഒരു കാര്യം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അടുത്ത ദിവസം നിങ്ങൾ അവിടെ ഫോളോ ചെയ്തിട്ട് ആ ഒരു 13th ഫ്ലോറിൽ പോയിട്ടുണ്ടാകും. അതിനുശേഷം ആ ഒരു പെൺകുട്ടി ആ ഒരു ജനാലയിൽ നിന്നും താഴേക്ക് തുള്ളിയതും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അപ്പോൾ സുനിൽ അതിശയത്തോടെ ആ ഒരു ഗാർഡിനെ നോക്കി പറയുകയാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ അറിയാം? അപ്പോൾ ഗാർഡ് പറയുകയാണ്, മോനെ, ഒരുപാട് കൊല്ലങ്ങളായി ഞാനിവിടെ ഗാർഡായി ജോലി ചെയ്യുകയാണ്. എന്റെ ബാല്യകാലം മുഴുവൻ ഞാൻ ഇവിടെ തന്നെ ആയിരുന്നു. ഞാൻ ഇതേ കാര്യം സംഭവിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതൊക്കെ എനിക്കറിയാം. നിനക്ക് മാത്രമല്ല ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുള്ളതും, അതുകൂടാതെ നീ മാത്രമല്ല ഇതാദ്യമായി അനുഭവിക്കുന്നത്. അപ്പോൾ സുനിൽ ചോദിക്കുകയാണ്, അപ്പോൾ ആ ഒരു പെൺകുട്ടി ആരാണ്? എനിക്ക് അതിനെക്കുറിച്ച് ഒന്ന് അറിയണമായിരുന്നു. അപ്പോഴായിരുന്നു ഗാർഡ് പറയുന്നത്, നിന്നെ പോലെ പണ്ടൊരു പെൺകുട്ടി ഇവിടെ ജോലി ചെയ്തിരുന്നു. അവൾക്ക് ഒരുപാട് ഫാമിലി പ്രഷർ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്നും അവളുടെ പൈസ ചോദിച്ചിരുന്നു. പക്ഷെ ഓഫീസിൽ അവൾക്ക് അത്ര പൈസ കൊടുത്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ കുറച്ചു കാലം വരെ അവൾക്ക് പൈസക്കായി വെയിറ്റ് ചെയ്യണമായിരുന്നു. അവൾക്ക് ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, അതെ, ആത്മഹത്യ മാത്രം. അതായത് താൻ 13ാം നിലയിൽ നിന്നും ചാടിയിട്ടുണ്ടെങ്കിൽ താൻ എന്തായാലും ജീവനോടെ നിൽക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവൾ അത് ചെയ്യുകയാണ്. അതെ, അവൾ ആത്മഹത്യ ചെയ്തു. അങ്ങനെ ഇതിനുശേഷം ആ ഒരു പെൺകുട്ടി ഇവിടെ ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും, പ്രത്യേകിച്ച് നൈറ്റ് വരെ ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാർക്കും ഒക്കെ താൻ എങ്ങനെയാണ് മരിച്ചത് എന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു. അവൾ വന്നിട്ട് അവരെയൊക്കെ ഒന്ന് ഭയപ്പെടുത്തും. അവൾ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുമായിരുന്നു, നിന്നെ ഇൻവൈറ്റ് ചെയ്ത പോലെ തന്നെ. അതായത് ജനാലയിൽ നിന്നും ചാടൂ, നിങ്ങൾ എന്റെ ഒപ്പം വരൂ, അങ്ങനെയൊക്കെ. പക്ഷെ ആരും അത്ര മണ്ടന്മാരല്ലല്ലോ. അതുകൊണ്ട് തന്നെ അത്ര ആക്സിഡന്റ് ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല, ആരും മരണപ്പെട്ടിട്ടുമില്ല. പക്ഷെ എല്ലാവർക്കും ഈ ഒരു കാര്യത്തെ കുറിച്ചിട്ട് അറിയാം. അങ്ങനെ അവസാനമായി ഗാർഡ് പറയുകയാണ്, നിങ്ങൾ അത്ര ടെൻഷനൊന്നും ആകേണ്ട കാര്യമില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു ഫ്രണ്ട് ഗേറ്റ് തുറക്കുകയാണ്. നിങ്ങൾ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് പോകൂ. നിങ്ങൾ കുറച്ച് റിലാക്സ് ആകും, ഓക്കെ? അങ്ങനെ സുനിൽ അവിടെ നിന്ന് ഇറങ്ങി.
സുനിൽ സേഫായിട്ട് തന്നെ വീട്ടിൽ എത്തുകയാണ്. അങ്ങനെ വീട്ടിലെത്തിയതിനു ശേഷം അന്ന് രാത്രി സുനിൽ ഒരു തീരുമാനമെടുത്തു. ഇന്ന് സംഭവിച്ച കാര്യം നാളെയും എനിക്ക് സംഭവിക്കാം. അതുകൊണ്ട് തന്നെ ഞാൻ ഇനി ഒരിക്കലും ആ ഒരു സ്ഥലത്തേക്ക് പോകില്ല. ഇതിനുശേഷം സുനിൽ അവിടേക്ക് ഇതുവരെ പോയിട്ടില്ല. ഈ ഒരു വീഡിയോയുടെ അവസാനത്തിലും എനിക്ക് നിങ്ങളോട് ഇത് തന്നെയാണ് പറയാനുള്ളത്. നിങ്ങളോട് ആരെങ്കിലും ഈ സ്ഥലത്ത് വരരുത്, ആ ഒരു സ്ഥലത്ത് പോകരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടേക്ക് പോകരുത്. അഥവാ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ ഒരു ബെനിഫിറ്റ് ഉള്ള കാര്യമാണ് നിങ്ങൾക്ക് മാത്രം. അവിടെ പ്രേതമുണ്ട്, പ്രേതമില്ല എന്നല്ല പറയുന്നത്. പക്ഷേ അവിടെ ചിലപ്പോൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളവിടെ പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളെ ആക്രമിച്ചേക്കാം. അവർ നിങ്ങളെ തീർച്ചയായും വേദന എന്താണുള്ളത് കാണിച്ചേക്കാം. നിങ്ങൾ ഹീറോ ആയി അവിടെ പോയിട്ട് നിങ്ങൾ എന്തെങ്കിലും ആ ഒരു എൻറ്റിറ്റിയോ അങ്ങനത്തെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യുക? ആ ഒരു എൻറ്റിറ്റി കാണുന്നത് നിങ്ങളെ മാത്രമായിരിക്കാം. നിങ്ങളായിട്ട് എന്തിനാണ് ഒരു വലിയ പ്രശ്നത്തിലേക്ക് വീഴുന്നത്? ഇന്നത്തെ കഥയിലൂടെയും നിങ്ങൾ ഇത് തന്നെയാണ് മനസ്സിലാക്കിയത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ പീസ് ഔട്ട്.